ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിധു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഒക്ടോബർ മാസത്തിലെ ഒക്ടോബർ 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ ചാനലിന്റെ പ്രത്യേകത എന്താണ്? വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ കാരണം എന്താണ്? കാര്യം നമ്മളെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. പേപ്പറൊക്കെ വായിച്ച് അതിനെ ആദ്യം മനസ്സിലാക്കിയ പേപ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോരോ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടല്ലോ. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. അക്കോർഡിംഗ് ടു SBI's ERD, which state is the number 1 in UPI usage? SBI's ERD എന്ന് പറഞ്ഞാൽ എന്താണ്? ERD എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ERD എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് SBI അറിയാലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യാസ് ERD എന്ന് പറഞ്ഞാൽ എക്കണോമിക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ERD എന്താണ്? എക്കണോമിക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. E for economic, R for research and D for the department. Which state is the number 1 in UPI? UPI usage എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPI എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ആണ്. UPI എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പോ UPI യൂസേജിൽ ഫസ്റ്റ് പ്ലേസിൽ വന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. Which state is number 1 in UPI usage? ഏതാണ് റൈറ്റ് ആൻസർ? The right answer is Maharashtra. So according to SBI's ERD, which state is the number 1 in UPI usage? Right answer is Maharashtra. Okay. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു, സെക്കൻഡ് പ്ലേസ് കർണാടക, തേർഡ് വൺ ഈസ് ഉത്തർപ്രദേശ്, തെലങ്കാന ആൻഡ് തമിഴ്നാട് അല്ലെ. പിന്നെ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ജൂലൈ 2025 മഹാരാഷ്ട്ര അക്കൗണ്ടഡ് ഫോർ 9.8% ഓഫ് UPI transaction volume and 9.2% of value. So Maharashtra UPI transaction surge in 2025. Maharashtra is the number 1 state in UPI usage. അതായത് UPI യൂസേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. UPI യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ടൈം മണി ട്രാൻസ്ഫർ ആണ് അല്ലെ, നമ്മളിപ്പോ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. സെക്കൻഡ് വൺ കർണാടക. നമ്മളൊക്കെ വിചാരിച്ചു കേരളത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഫസ്റ്റ് മഹാരാഷ്ട്ര, സെക്കൻഡ് കർണാടക, തേർഡ് ഉത്തർപ്രദേശ്, തെലങ്കാന ആൻഡ് തമിഴ്നാട്. സോ ഓക്കെ, ഇനി നമുക്ക് നമ്മളൊരു സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. മഹാരാഷ്ട്ര ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് ആൻഡ് തേർഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അല്ലെ. സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ആണ്, തേർഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ്. വിത്ത് ക്യാപിറ്റൽ ഇൻ മുംബൈ ആൻഡ് മറാത്തി ആസ് ഇറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? മറാത്തി ആണ്. ഇറ്റ് ഇസ് എ മേജർ എക്കണോമിക് ഹബ് നോൺ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഗേറ്റ് വേ എന്ന് അറിയപ്പെടുന്ന മഹാരാഷ്ട്രയാണ്. വിത്ത് എ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കണോമി, ഹൈ അർബനൈസേഷൻ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നമ്മൾ പറഞ്ഞപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. ഇത് ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കണോമി, ഹൈ അർബനൈസേഷൻ ആൻഡ് ദ ലാർജസ്റ്റ് GDP, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ, ഓഫ് എനി ഇന്ത്യൻ സ്റ്റേറ്റ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ് കേട്ടല്ലോ. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അതുപോലെ തന്നെ വ്യാവസായികമായിട്ട് നമ്മൾ പറഞ്ഞു എക്കണോമിക് ഹബ്ബാണെന്ന് പറഞ്ഞു അല്ലെ. നമ്മളിവിടെ എവിടെ പറഞ്ഞ മേജർ എക്കണോമിക് ഹബ്ബാണെന്ന് പറഞ്ഞു അല്ലെ. മേജർ എക്കണോമിക് ഹബ്ബാന്ന് പറഞ്ഞു അല്ലെ. മേജർ എക്കണോമിക് ഹബ്ബാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്ത് മനസ്സിലാക്കാം? വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര. വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സ്റ്റേറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ May 1st, 1960. 1960 മെയ് 1-ാം തീയതിയാണ് എന്ത്? മഹാരാഷ്ട്ര നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ? ജോഗ്രഫി ആൻഡ് ഡെമോഗ്രഫീസ് ആണ് പറയുന്നത്. ഏരിയ എത്രയാണ്? 3,07,713 സ്ക്വയർ കിലോമീറ്റർ ആണ്. പോപ്പുലേഷൻ ഓവർ 112 മില്യൺ പീപ്പിൾ. ക്യാപിറ്റൽ മുംബൈ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് മറാത്തി ആണ്. ലൊക്കേഷൻ വെസ്റ്റേൺ ഇന്ത്യ, ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിലാണ് അല്ലെ. എക്കണോമിക് ഇൻഡസ്ട്രി, GDP, ദ വെൽത്തിയസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ GDP. GDPയുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്.
ഇപ്പോൾ അർബനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് എടുത്തു കഴിഞ്ഞാലും എപ്പോഴും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് മഹാരാഷ്ട്ര. നമ്മൾ പറഞ്ഞു ഫോർമേഷൻ ഡേറ്റ് May 1st 1960 ആണ് അല്ലെ. ഇനി സ്റ്റേറ്റ് സിംബൽസ് ഏതൊക്കെയാണ്? തലസ്ഥാനം നമ്മൾ മുംബൈ ആണെന്ന് പറഞ്ഞു. ഹൈക്കോടതി മുംബൈയിൽ തന്നെയാണ് അല്ലെ. സംസ്ഥാന മൃഗം ഇന്ത്യൻ ജയന്റ് സ്ക്വയറൽ ആണ്. സംസ്ഥാന പക്ഷി യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ്. യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ കണ്ടോ, ഇത് പീജിയൻ ആണ്, മനസ്സിലാവുന്നുണ്ടോ ഇത് പീജിയൻ ആണെന്ന്? യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ് ഏത് സംസ്ഥാന പക്ഷി. സംസ്ഥാന പുഷ്പമുണ്ട് ജരുൾ. സംസ്ഥാന പുഷ്പമുണ്ട് ജരുളാണ് സംസ്ഥാന പുഷ്പം എന്ന് പറയുന്നത് കേട്ടോ. സോ ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനം അല്ലെ, രണ്ടാമത്തെ ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ചിത്രശലഭത്തിന് കൊടുത്തിട്ടുണ്ട്, ഒരു ബട്ടർഫ്ലൈന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. ഇതിന്റെ പേരെന്താണെന്നറിയോ? ബ്ലൂ മോർമോൺ എന്നാണ് കേട്ടോ. ബ്ലൂ മോർമോൺ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര ഇന്ത്യയുടെ ഔദ്യോഗിക ചിത്രശലഭത്തിന്റെ പേര് എന്താണ്? ബ്ലൂ മോർമോൺ എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലെ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മിഷൻ ലോഞ്ച്ഡ് ടു ബിൽഡ് ഇന്ത്യാസ് മൾട്ടി ലെയർഡ് ഇന്റഗ്രേറ്റഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് ഷീൽഡ്? എന്ന ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ തന്നെ മൾട്ടി ലെയർഡ് ഇന്റഗ്രേറ്റഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് ഷീൽഡ് അല്ലെ, അത് നിർമ്മിക്കുന്നതിന്റെ മിഷന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് മക്കളെ, എന്താണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് എന്താണ്? മിഷൻ സുദർശൻ ചക്ര അല്ലെ. സുദർശൻ ചക്ര ഈസ് ദ നെയിം ഓഫ് ദ മിഷൻ ലോഞ്ച്ഡ് ടു ബിൽഡ് ഇന്ത്യാസ് മൾട്ടി ലെയർഡ് ഇന്റഗ്രേറ്റഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് ഷീൽഡ്. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കാം. കീ ഫാക്ട്സ് അബൌട്ട് മിഷൻ സുദർശൻ ചക്ര. എന്താണ് എന്റെ ഒബ്ജക്റ്റീവ്? ടു ബിൽഡ് എ കോംപ്രിഹെൻസീവ് മൾട്ടി ലെയർഡ് നാഷണൽ സെക്യൂരിറ്റി ഷീൽഡ് by integrating surveillance, cyber defense and physical defense system to protect India's critical infrastructure and population. So multi-layered national security provide ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ടൈം ലൈൻ ഒരു 10 വർഷത്തെ പ്ലാൻ ആണ്. വിത്ത് എ ഡിപ്ലോയ്മെന്റ് ബിറ്റ്വീൻ 2030 and 35. അപ്പൊ 2030-35 ഇടയിലായിരിക്കും അതിന്റെ ഡിപ്ലോയ്മെന്റ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. കോർ കമ്പോണൻസ് എന്ന് പറയുന്നത് ലെയർ ഡിഫൻസ് ആണ്. ഇതൊരു മൾട്ടി ലെയർ എന്ന് പറഞ്ഞത് എത്ര ലെയേഴ്സ് ആണ് ഇത്? 3 layer approach with outer, middle and inner layers. Outer, middle and inner layers of the defense, including early warning satellites, long range radars and short and medium range interceptors ഒക്കെയാണ് ഇതിൽ ഉള്ളത്. These are the main അല്ലെങ്കിൽ core components of Sudarshan Chakra. AI enabled ആണ്. Will incorporate artificial intelligence for early detection and timely interception of threats. അപ്പൊ എന്തെങ്കിലും അപകടങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് AI enabled techniques ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. Integrated system aims to combine and integrate existing Indian defense capabilities like Akash mission system, DRDO's ballistic missile defense program and potentially Russian S-400 system. Okay. Advanced technology will include elements like directed energy weapons, cyber warfare and advanced radar and fire control system. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, what is the name of the scheme announced by the Prime Minister on Independence Day to boost formal job creation? What is the name of the scheme announced by the Prime Minister on Independence Day to boost formal job creation? എന്താണ് ആ സ്കീമിന്റെ പേരെന്താണ് മക്കളെ? The right answer is Pradhan Mantri Vikasit Bharat Rozgar Yojana. Pradhan Mantri Vikasit Bharat Rozgar Yojana is the scheme announced by the Prime Minister on Independence Day. Okay. അതായത് PMVBRY stands for Pradhan Mantri Vikasit Bharat Rozgar Yojana, an Indian government scheme to create jobs and enhance employability and social security. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി വികസിത ഭാരത് റോസ്ഗർ യോജന എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ന്യൂ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ മാനുഫാക്ചറിംഗ് സെക്ടർ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താണ്? It operates through a two-part system. Part A provides benefit to new employees. Part B offers incentive to employers who generate new jobs. അപ്പോൾ പുതിയ എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു പുതിയ ജോബ് ജനറേറ്റ് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രധാൻ മന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
ഇനി so where was India's first animal stem cell biobank? അനിമലിന്റെ സ്റ്റെം സെൽ ബയോബാങ്ക് ഇനാഗുറേറ്റ് ചെയ്തത് ഇന്ത്യയിൽ തന്നെ എവിടെയാണ് ആദ്യമായിട്ട് ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കാം. എവിടെയാണ്? റൈറ്റ് ആൻസർ ഈസ് ഹൈദരാബാദ്. India's first animal stem cell biobank was inaugurated in Hyderabad at the National Institute of Animal Biotechnology NIAB. എന്താണ്? NIAB, National Institute of Animal Biotechnology. Okay. The facility was inaugurated on August 9, 2025 by Union Minister of State Dr. Jitendra Singh. ജിതേന്ദ്ര സിംഗ് ആണ് അവിടുത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ് ഇനാഗ്രേറ്റ് ചെയ്തത്. എവിടെ വെച്ചിട്ടാണ്? ഹൈദരാബാദിലായിരുന്നു അല്ലെ. എന്താണ് ഹൈദരാബാദില്? ആനിമൽ സ്റ്റെം സ്റ്റെൽ എന്നായി പോയില്ലേ, സ്റ്റെമ്മും സെല്ലും കൂടി ചേർന്നപ്പോ അങ്ങനെ ആയിപ്പോയതാണ്, ക്ഷമിക്കൂ. ഓക്കെ, ആനിമൽ സ്റ്റെം സെൽ ബയോബാങ്ക്, ആനിമൽ സ്റ്റെം സെൽ ബയോബാങ്ക് എവിടെ ഇനാഗുറേറ്റ് ചെയ്തു? ഹൈദരാബാദിൽ ഇനാഗുറേറ്റ് ചെയ്തു. ഓക്കെ, ഹൈദരാബാദിൽ എവിടെയാണ്? NIAB, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ബയോടെക്നോളജിയിലാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഇനാഗുറേറ്റ് ചെയ്ത ഡേറ്റ് August 9, 2025. യൂണിയൻ മിനിസ്റ്റർ ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. ആരാണ്? ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ, ലൊക്കേഷൻ NIAB ഗോച്ചിബൌളി, ഹൈദരാബാദിലെ ഗാച്ചിബൌളിയിലാണ് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെ. ഡേറ്റ് ഓഫ് ഇനാഗുറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനാഗുറേറ്റഡ് ബൈ ദി യൂണിയൻ മിനിസ്റ്റർ നമ്മൾ പറഞ്ഞായിരുന്നു. ജനറൽ ഇൻഫോർമേഷൻ, ക്യാപിറ്റൽ ഹൈദരാബാദ്. ഹൈദരാബാദിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? എന്തൊക്കെ അറിയാം? ഹൈദരാബാദ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് തെലങ്കാന. തെലങ്കാനയുടെ ക്യാപിറ്റൽ ആണ് ഹൈദരാബാദ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോളൂ. അടുത്ത പോയിന്റ് എന്താണ്? ഫൗണ്ടേഷൻ. ദ സിറ്റി വാസ് ഫൗണ്ടഡ് ഇൻ 1591 ബൈ ദ ഖുദ്സാഹി സുൽത്താൻ. അതായത് ഇല്ലേ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു കേട്ടോ ഹൈദരാബാദ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു. അതിനുശേഷം ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. 1948 അത് ഉണ്ടായിരുന്നത്. 1948 ഓപ്പറേഷൻ പോളോ, 1948 ഓപ്പറേഷൻ പോളോ വഴിയാണ് എന്ത് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. 1948 കേട്ടോ, ഓപ്പറേഷൻ പോളോ. ലൊക്കേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ മുസി റിവർ ഇൻ ദ തെലങ്കാന പ്ലാറ്റ്യൂ. അപ്പൊ ഓപ്പറേഷൻ പോളോ സമയത്ത് ഹൈദരാബാദ് നിസാം ഉസ്മാൻ അലി ഖാൻ ആണ്. അറിയാലോ, ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? മുസി ആണ് അല്ലെ. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് ചോദിക്കാം. ഏതാണത്? മുസി റിവർ ആണ്. ഓക്കെ, ഇനി H1N1 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്? അത് ഹൈദരാബാദ് തന്നെയാണ്. H1N1 ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെ പ്രത്യേകത എന്നറിയാമോ? സിറ്റി ഓഫ് പേൾസ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഹൈദരാബാദ്. ഭാഗ്യനഗരം, വളകളുടെ നഗരം എന്നങ്ങനെയൊക്കെ വിശേഷണങ്ങളുള്ള ഒരു നഗരമാണ് ഹൈദരാബാദ്. ഓക്കെ, 1948 എന്താണ്? ഓപ്പറേഷൻ പോളോ അല്ലെ. ഓപ്പറേഷൻ പോളോ. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. വിച്ച് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ദ ക്യാച്ച് ഗ്രാൻഡ് പ്രോഗ്രാം അലോങ് വിത്ത് NCG? NCG എന്താണ്? ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ക്യാൻസർ AI ആൻഡ് ടെക്നോളജി ചലഞ്ച് ആണ്. ക്യാൻസർ AI ആൻഡ് ടെക്നോളജി ചലഞ്ച് ആണ് ക്യാച്ചിന്റെ ഫുൾ ഫോം. ക്യാച്ച് കേട്ടല്ലോ, ക്യാൻസർ AI ആൻഡ് ടെക്നോളജി ചലഞ്ച് ആണ് ക്യാച്ചിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NCG, നാഷണൽ ക്യാൻസർ ഗ്രിഡ്. NCG കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ ക്യാൻസർ ഗ്രിഡ് ആണ്. സോ വിച്ച് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ദ ക്യാച്ച് ഗ്രാൻഡ് പ്രോഗ്രാം അലോങ് വിത്ത് NCG? ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഏതാണ് മക്കളെ? റൈറ്റ് ആൻസർ ഏതാണ്? ഇന്ത്യ AI ഇൻഡിപെൻഡന്റ് ബിസിനസ് ഡിവിഷൻ, IBD. ഇന്ത്യ AI ഇൻഡിപെൻഡന്റ് ബിസിനസ് ഡിവിഷൻ, IBD. ദിസ് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ദ ക്യാച്ച് ഗ്രാൻഡ് പ്രോഗ്രാം അലോങ് വിത്ത് NCG. The India AI Development Independent Business Division is the official implementation agency for the Indian Government Comprehensive India AI Mission, operating under the Digital India Corporation. DIC under operate of the Ministry of Electronics and Information Technology. Its goal to position India as a global leader in AI. AI global leader objective India AI Independent Business Division തുടങ്ങിയിരിക്കുന്നത് അല്ലെ. While ensuring the technologies benefit are democratized across all segments of the society. ഇതിന്റെ key objectives എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ് ആണ്. അതായത് ഫോസ്റ്ററിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിജിനിയസ് AI capabilities and foundation models and global leadership,
Then ethical and responsible AI, inclusive growth are the key objectives of this mission. ഇത് IBD അഥവാ Independent Business Development. So technological self-reliance ആണ് fostering the development of indigenous AI capabilities increase ചെയ്യാന്നുള്ളത്. Global leadership എന്താണ് India's presence and competitiveness in the global AI landscape. Ethical and responsible AI എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് implementing guardrails and frameworks to ensure the safe, trusted, accountable use of AI. Inclusive growth എന്ന് പറയുമ്പോൾ democratizing access to AI education, resources and opportunities for startup researchers and citizens. Okay, ആറാമത്തെ ചോദ്യം. RS-28 Sarmat is an intercontinental ballistic missile development by which country? ഇത് ഏത് കൺട്രിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് കൺട്രിയാണ്? റഷ്യയാണ്. ഓക്കെ, റഷ്യയാണ് RS-28 സർമത്ത് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റഷ്യയാണ് കേട്ടോ. ഡീറ്റെയിൽസ് നോക്കാം. Russia, officially the Russian Federation, is the largest country in the world, spanning Eastern Europe and Northern Asia. അല്ലെ, key facts include its capital ഏതാണ്? മോസ്കോ ആണ്. Population over 142 million ആണ് ഇതിന്റെ population എന്ന് പറയുന്നത്. And the government is a federal semi-presidential republic. ഇത് റഷ്യനെ കുറിച്ച് വേറൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? പ്ലൂട്ടോനേക്കാളും, അതായത് പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലൂട്ടോനേക്കാളും, പ്ലാനറ്റ് അല്ല അല്ലെ, ഇപ്പൊ പ്ലാനറ്റ് അല്ല, ഇപ്പൊ ഡോർഫ് പ്ലാനറ്റ് ആണ്. ഡോർഫ് പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലൂട്ടോനേക്കാളും വലിയൊരു രാജ്യമാണ് എന്നുള്ളത്. ഡോർഫ് പ്ലാനറ്റിനേക്കാളും വലിയൊരു രാജ്യം എന്നുള്ള രീതിയിലാണ് റഷ്യ അറിയപ്പെടുന്നത്. Okay, the country's official language is Russian, its currency is ruble and its share borders with 14 രാജ്യങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അല്ലെ, 14 രാജ്യങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. Russia is rich in natural resources and is the world's largest producer and exporter of natural gas as well as major producer and exporter of oil. Okay, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാം? എന്തൊരു മനോഹരമായ സ്ഥലമാണ് അല്ലെ റഷ്യ. എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ബിഗർ ദാൻ പ്ലൂട്ടോ, പ്ലൂട്ടോനേക്കാളും വലുതാണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇവിടെയാണുള്ളത്. ലോങ്സ്റ്റ് റെയിൽവേ ലൈൻ ഇവിടെ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ കോൾഡസ്റ്റ് ഇൻഹാബിറ്റഡ് പ്ലേസ് ആണ്. ദെൻ ഡീപ്പസ്റ്റ് ഹോൾ ഓൺ എർത്ത് എവിടെ ചോദിച്ചത്? റഷ്യയിലാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എവിടെയുണ്ട്? റഷ്യക്കുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഏഴാമത്തെ ചോദ്യം. According to Union Health Ministry, which state has recorded the highest number of organ donation in India? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം ചെയ്ത സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് അത്? തെലങ്കാനയാണ് അല്ലെ, തെലങ്കാന. According to Union Health Ministry, which state has recorded the highest number of organ donation in India? The right answer is തെലങ്കാന. തെലങ്കാന എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന അടുത്തൊരു സംസ്ഥാനം ഏതാണ്? തെലങ്കാനയുടെ അടുത്തല്ല ഉദ്ദേശിച്ചത്. തെലങ്കാന എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ്. എന്താ കാര്യം? ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്. ഓക്കെ, അവസാനമായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയുടെ 29ാമതായിട്ട് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാ ചോദിച്ചാൽ തെലങ്കാനയാണ്. ദക്ഷിണേന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാനയാണ്. വലിപ്പത്തിൽ 11ാം സ്ഥാനത്തും ജനസംഖ്യയില് 12ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ബിരുദതലത്തില് ജെൻഡർ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഡിഗ്രിയില് ജെൻഡർ എഡ്യൂക്കേഷൻ ഇവിടെ നിർബന്ധമാണ്. നമ്മുടെ കേരളത്തിലും അത് നിർബന്ധമാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ എന്താണ്? കമന്റ് ചെയ്തോളൂ. Okay, so according to Union Health Ministry, Telangana has recorded the highest number of organ donation in India. The state received a national award for its achievement, which included a cadaver organ donation. Cadaver അറിയാലോ, organ donation rate of 4.88 per 10 lakh population in 2024. കഡാവർ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട്, കണ്ടുണ്ടോ? കഡാവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കഡാവർ എന്നല്ലേ നമ്മൾ പ്രൊണൗൺസ് ചെയ്യാം. സംഭവം ശവശരീരമാണ് കേട്ടോ. അപ്പോ അങ്ങനെ അവിടെ തന്നെ ഓർഗൻ ഡൊണേഷൻ റേറ്റ് എന്ന് പറയുന്നത് 4.88 per 10 lakh population in 2024, for exceeding the national average. So recognition. The state achievement was recognized at an event observing National Organ Donation Day in Delhi, where the Union Health Minister presented an award to Telangana's Jeevan Dan program. Jeevan Dan program. ജീവൻ ദാനം ചെയ്ത പ്രോഗ്രാം അല്ലെ. Program success. The success is largely attributed to the state's Jeevan Dan program, which has streamlined procedures for organ donation and transplantation. ഇതില് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. തെലങ്കാന ഹാസ് റെക്കോർഡ്, അത് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പറയേണ്ട കാര്യമില്ല. തെലങ്കാന ഹാസ്
recorded. Telangana has recorded the highest number of organ donation in India 2025. 2025 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ അവയവദാനം ചെയ്തിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമായിട്ടുള്ള തെലങ്കാനയാണ്. അതില് എന്താണ് പറയുന്നത്, പിന്നെന്താണ്, നാഷണൽ ഓർഗൻ ഡൊണേഷൻ ഡേ ഡൽഹിയിൽ വെച്ച് നടന്നതിലാണ് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണ് അത് പ്രസന്റ് ചെയ്തത്, അവാർഡ് പ്രസന്റ് ചെയ്തത്. പിന്നെന്താണ് പറയുന്നത്, ജീവൻ ദാൻ പ്രോഗ്രാം ആ ഏത് പ്രോഗ്രാമിന്റെ ബേസിസിലായിരുന്നു അതിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, ജീവൻ ദാൻ പ്രോഗ്രാം, തെലങ്കാനയിലുള്ള അവയവദാന പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്കീമിന്റെ പേരെന്താണ്, സ്റ്റേറ്റ് ജീവൻ ദാൻ പ്രോഗ്രാം എന്നുള്ളതാണ് കേട്ടോ. എത്ര ഡോണേഴ്സ് ആണ്, 188 ഡോണർ ഹൂസ് ഓർഗൻ സേവ്ഡ്, 725 ജീവിതങ്ങളെ രക്ഷിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മഹത്തായമായുള്ള കാര്യം. സോ 725 ജീവിതങ്ങൾ രക്ഷപ്പെടുത്തിയ 188 ഡോണേഴ്സ് നടത്തിയ തെലങ്കാന ഹാസ് ബീൻ റെക്കോർഡ് as the highest number of organ donation in India. ക്ലിയർ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. ഇന്ത്യ in the 2025 energy dialogue has recently strengthened clean energy partnership with a country with a focus on energy security, clean energy transition and addressing climate change. അപ്പം പാർട്ട്ണർഷിപ്പ്, ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് പാർട്ട്ണർഷിപ്പ് ആയത്, ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പ് ആണ് കേട്ടോ. അത് ഏത് രാജ്യമായിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജ്യമായിട്ടാണ്, ഫ്ലാഗ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. The right answer is Japan. Okay, Japan. India in the 2025 energy dialogue has recently strengthened clean energy partnership with a country with Japan with a focus on energy security, clean energy transition and addressing climate change. So India strengthened, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. The two countries reaffirmed their commitment to energy security and expanded cooperation in areas like clean hydrogen, renewable energy, carbon capture and advanced energy technologies. Okay, focus areas എവിടേക്കാണ്? The dialogue reaffirmed commitment to energy security, inclusive growth and clean energy transition with a focus on climate change mitigation. Collaboration was expanded to include carbon capture, utilization and storage, CCUS, carbon capture, utilization and storage, green chemicals, biofuels and other advanced technologies. So ജപ്പാൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ജപ്പാനെ കുറിച്ച് അറിയുക, വേഗം പറഞ്ഞു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, കേൾക്കാൻ രസമുള്ള കാര്യങ്ങൾ. ജപ്പാൻ എന്ന് പറയുന്നത് അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് KFC കഴിച്ചിട്ടാണ്. ഒന്നാമത്തെ കാര്യം മറക്കരുത്, KFC കഴിച്ചിട്ട് അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അവിടെ 6000-ൽ കൂടുതൽ ഐലൻഡുകളുണ്ട്. 6000-ൽ കൂടുതൽ ഐലൻഡുകൾ എവിടെയുണ്ട്, ജപ്പാനിലുണ്ട്. പിന്നെ ജപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടല്ലോ, ഈ ബിൽഡിങ്സിൽ 4ാമത്തെ ഫ്ലോർ ഉണ്ടാവില്ല. 4ാമത്തെ ഫ്ലോർ ഇല്ല, ബിക്കോസ് 4 അവിടെ ഒരു അൺലക്കി നമ്പർ ആണ്. ജപ്പാനില് 4 ഈസ് ആൻ അൺലക്കി നമ്പർ. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, മനുഷ്യരെക്കാൾ കൂടുതൽ അവിടെ ഉള്ളത് പൂച്ചകളാണ്. അതുകൊണ്ട് തന്നെ അതിനെ കാറ്റ് ഐലൻഡ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. കാറ്റ് ഐലൻഡ് എന്നും വിളിക്കാറുണ്ട്. അതില് 300-ലധികം പൂച്ചകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, 300-ലധികം വെറൈറ്റി ടൈപ്സ് ഓഫ് കാറ്റുകളാണ് അവിടെ ഉള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്രിസ്മസ് കാര്യം പറഞ്ഞല്ലോ, KFC യൂസ് ചെയ്തിട്ടാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു. ഇനി അവിടെ തന്നെ ബേബി ക്രൈം ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ ബേബി ക്രൈം ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കുട്ടികളെ കരയിപ്പിക്കുക. ഈ സുമോ റെസ്ലേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സുമോ റെസ്ലേഴ്സ് ഒക്കെ കുട്ടികളെ കരയിപ്പിക്കും. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉറക്കെ കരയുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വീടിന് സമ്പത്തും അതുപോലെ തന്നെ അവർക്ക് ഉറക്കെ കരയാൻ പറ്റുന്നത് അവർ അത്രയും ആരോഗ്യമുള്ളത് കൊണ്ടാണ്. അത്രയും ഫ്രീക്വൻസിയിലും അത്രയും മോഡുലേഷനിലും അവർക്ക് കരയാൻ പറ്റുന്നത് അവർക്ക് അത്രയും ആരോഗ്യമുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ആൾക്കാരുള്ള ഒരു രാജ്യം തന്നെയാണ് ഇത് ജപ്പാൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 9ാമത്തെ ചോദ്യം അതാണ്, ഹു ഈസ് ദ ഓൺലി ഇന്ത്യൻ പ്ലെയർ ടു ഫേസ് ഓവർ 500 balls ഇൻ എ സിംഗിൾ ടെസ്റ്റ് ഇന്നിംഗ്സ് വൈൽ ബാറ്റിംഗ്? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? നമ്മൾ സ്പോർട്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കടക്കാൻ പോവുകയാണ്. അതായത് ടെസ്റ്റില് ഒരു ഇന്നിംഗ്സിൽ 500-ലധികം പന്ത് നേരിട്ട ഏക ഇന്ത്യൻ താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? The right answer is ആരാണ്? ചേതേശ്വർ അരവിന്ദ് പൂജാര. ഓക്കെ, പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹമാണ് the only Indian player to face over 500 balls in a single test innings while batting. അപ്പൊ അദ്ദേഹം ഈ ഇടയ്ക്കാണ്
റിട്ടയർഡ് ആയിരിക്കുന്നത്. 2 ദശകം നീണ്ടു നിന്നിട്ടുള്ള പ്രൊഫഷണൽ ക്രിക്കറ്റ് കരിയറിന് പൂർണ്ണ വിരാമമിടാനുള്ള ചേതേശ്വർ പൂജാരയുടെ തീരുമാനത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു നിശബ്ദ യുഗം തുടങ്ങിയെന്നാണ് പല ന്യൂസ് ചാനൽസും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. താരരാജാക്കന്മാരുടെയും ആരാധകരുടെയും വാഴ്ത്തിപ്പാടലുകളും ഏറെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റില് വേറിട്ട ക്രിസിൽ നടന്ന ഒരു വിശ്വസ താരമായിരുന്നു ആര്? ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേട്ടോ. ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ചേതേശ്വർ പൂജാര. ഓഗസ്റ്റ് 27-ന് സ്വന്തം സമൂഹ മാധ്യമ പേജിലൂടെയാണ് അദ്ദേഹം പ്രൊഫഷണൽ ക്രിക്കറ്റ് മതിയാക്കുന്നതായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം 2005-ല് സൗരാഷ്ട്ര ടീമിന് വേണ്ടി ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചാണ് പൂജാര തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത് കേട്ടോ. 2005-ല്. ഓക്കെ. അതിനുശേഷം ഒരു 5 വർഷത്തിന് ശേഷം, അതായത് 2010-ല് ബാംഗ്ലൂരില് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം. 2012-ല് രാഹുൽ ദ്രാവിഡ് വിരമിച്ചതിന് പിന്നാലെ ടെസ്റ്റിൽ ടീമിന്റെ വിശ്വസ്തനായിട്ടുള്ള 1 ഡൗൺ ബാറ്ററായിട്ട് പൂജാരയുടെ ഊഴം എത്തുകയായിരുന്നു. ദ്രാവിഡിന് ചേർന്ന ക്ഷമയും അർപ്പണബോധവും കരുതലും അദ്ദേഹത്തിന്റെയും ഒരു പോസിറ്റീവ് തന്നെയായിരുന്നു. പ്രതിരോധമായിരുന്നു ഏത് സാഹചര്യത്തിൽ പൂജാരയുടെ കരുത്ത് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഡിഫെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലെ വിശ്വസ്തനായിട്ടുള്ള കളിക്കാരനാണ് ആര്? പൂജാര. ഓക്കെ, ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ചേതേശ്വർ എന്നാണ്? ചേതേശ്വർ അരവിന്ദ് പൂജാര എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അനാവശ്യ ഷോട്ടുകൾക്ക് പിന്നാലെ പോയി സ്വന്തം ടീമിനെ അദ്ദേഹം കൈവിടിഞ്ഞിട്ടില്ല. ഇന്ത്യക്കായിട്ട് 103 ടെസ്റ്റുകൾ കളിച്ച താരം 43.60 ബാറ്റിംഗ് ശരാശരിയില് 19 സെഞ്ചുറികൾ അടക്കം 7195 റൺസാണ് നേടിയിട്ടുള്ളത്. അപ്പൊ എത്ര ടെസ്റ്റുകളാണ് കളിച്ചിട്ടുള്ളത്? 103 ടെസ്റ്റുകളാണ് കളിച്ചിട്ടുള്ളത്. 103 ടെസ്റ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 103 ടെസ്റ്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതില് 43.60 ബാറ്റിംഗ് ശരാശരിയില് 19 സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 19 സെഞ്ചുറികൾ അടക്കം 7195 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം അത് തന്നെയാണ്. 5 ഏകദിന മത്സരങ്ങളിലും ദേശീയ ടീമിനെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ടെസ്റ്റ് ക്രിക്കറ്റർ എന്ന വിശേഷണം നേടിയെടുത്തെങ്കിലും വിദേശ പിച്ചുകളിലെ മോശം പ്രകടനങ്ങളുടെ പേരിലാണ് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ വിദേശ മണ്ണിലെ ഇന്ത്യയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയത്തിന് ചുക്കാൻ പിടിച്ചാണ് അദ്ദേഹം ആ വിമർശനം കാറ്റിൽ പറത്തിയത്. 2018-19 ഓസ്ട്രേലിയൻ മണ്ണിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലായിരുന്നു ആ വീരഗാഥ. അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയ ഒരു ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയപ്പോൾ പൂജാര എന്തായിരുന്നു? പ്ലെയർ ഓഫ് ദ സീരീസ് ആയിരുന്നു. അതേപോലെ തന്നെ പരമ്പരയിൽ അദ്ദേഹം നേരിട്ട പന്തുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയെന്ന് അറിയോ? 1258 പന്തുകളാണ് അദ്ദേഹം നേരിട്ടത്. അപ്പൊ ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിൽ 500-ലധികം പന്ത് നേരിട്ട ഏക ഇന്ത്യൻ താരം അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ പന്തുകൾ നേരിട്ട ബാറ്റർ, ടെസ്റ്റില് 5 ദിവസവും ബാറ്റ് ചെയ്ത താരം തുടങ്ങിയ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ US ambassador to India? ആരാണ്? The right answer is Sergio Gore takes charge as US ambassador to India, strengthen Indo-Pacific focus. ഇന്ത്യയിലെ പുതിയ US ambassador ആയിട്ട് സെർജിയോ ഗോറിനെ നിയമിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും വൈറ്റ് ഹൗസ് പേഴ്സണൽ ഡയറക്ടറുമായിട്ടുള്ള 38-കാരനാണ് ഗോർ. ഓക്കെ, അപ്പൊ അമേരിക്കയുടെ ദക്ഷിണ മധ്യേഷ്യൻ കാര്യങ്ങളിലെ പ്രത്യേക പ്രതിനിധി എന്ന നിർണായക ചുമതലയും അദ്ദേഹം വഹിക്കും. ജനുവരിയിൽ ഇന്ത്യയിലെ US ambassador സ്റ്റാമ്പ് രാജിവെച്ചിട്ടുള്ള എറിക് ഗാർസിന്റെ പിൻഗാമിയായിട്ടാണ് സെർജിയോ ഗോറിന്റെ നിയമനം വന്നിട്ടുള്ളത്. സോ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ US ambassador to India? The right answer is സെർജിയോ ഗോർ. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തിലെ പ്രത്യേകതകൾ നോക്കി കഴിഞ്ഞാൽ ഒക്ടോബർ 1 എന്താണ്? ഒക്ടോബർ 1 എന്താണ്? വേൾഡ് വെജിറ്റേറിയൻ ഡേ ആണ്, ഇന്റർനാഷണൽ കോഫി ഡേ ആണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ്. ഒക്ടോബർ 2 അറിയാലോ, ഗാന്ധി ജയന്തി. ഒരൊറ്റ സ്ലൈഡിൽ ഒരു മാസത്തിലെ കാര്യം കിട്ടാൻ പോവാണ് കേട്ടോ. ഗാന്ധി ജയന്തി, അതായത് അഹിംസാ ദിനവും അത് തന്നെയാണ്. ഒക്ടോബർ 4 വേൾഡ് അനിമൽ വെൽഫെയർ ഡേ. സോ അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഒക്ടോബർ വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ. സെപ്റ്റംബർ 5 അല്ല, ഒക്ടോബർ 5 ഈസ് വേൾഡ് ടീച്ചേഴ്സ് ഡേ. സെപ്റ്റംബർ 5 ഇന്ത്യ ടീച്ചേഴ്സ് ഡേ ആണ്. ഓക്കെ, ഇന്ത്യ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് അല്ലെ. ഒക്ടോബർ 5 എന്ന് പറയുന്നത് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ്.
October 9 വേൾഡ് പോസ്റ്റ് ഡേ ആണ്. October 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആൻഡ് നാഷണൽ പോസ്റ്റൽ ഡേ. October 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ്. October 30 International Day for Disaster Risk Reduction. 14 World Standards Day. 15 Global Hand Washing Day. World White Cane Day. World Food Day October 16. International Day for the Eradication of Poverty October 17. October 20 World Statistics Day. October 24 United Nations Day. Okay, October 24. October 30 World Thrift Day. October 31 National Unity Day. So October മാസത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിച്ചത്. കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയത് എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.